ഗൈസ്, അപ്പോൾ നമ്മൾ ഞാനും വയസ്സും ആവശ്യം കാണാൻ പോവാണ്. ഞാൻ റെഡി ആയിട്ടിരിക്കണം. വയസ്സ് ഇപ്പോൾ വരും മെയിനിൽ. ആൻഡ് നമുക്ക് നോക്കാം എന്തെന്ത് ആവശ്യം പറഞ്ഞ പോലെ ഹൈപ്പ് ഉണ്ടോ ഇല്ലയോ. ഗൈസ്, പൈസ ചതിച്ചു ഗൈസ്. അവനോട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. അപ്പോൾ ഞാൻ ലത തിയേറ്ററിൽ നടക്കേണ്ടി വരും. നേരത്തെ വിളിച്ചിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് നോക്കാം. സമയം 11:10 11:15 ഷോ. നോക്കാം. പൈസരാജിന് കിട്ടി ഇതായിരിക്കുന്നു. ഒരുത്തിന് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞേ. ടിക്കറ്റ് കിട്ടി. ഹാപ്പി. ഇപ്പോൾ നമ്മൾ ഇന്റർവെല്ലാണ്. ഓക്കെ, ഇന്റർവെൽ. പോപ്കോൺ മേടിക്കണം. പൈസരാജിന് വിശക്കുണ്ട്. അപ്പോൾ പോയി പോപ്കോൺ മേടിച്ചിട്ട് വരാം. പോപ്കോൺ കിട്ടി. യെസ്, പോപ്കോൺ കിട്ടി. ഹാപ്പി. കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നില്ലേ ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും നമ്മൾ സിനിമ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ സിനിമ കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഫസ്റ്റ് അഴിഞ്ഞാടിയിട്ടുണ്ട്. പിന്നെ അല്ല, റിവ്യൂ നമ്മുടെ പൈസരാജുവിന് താടിയുണ്ട്. ഞാൻ അവസാനം കണ്ടേ, പക്ഷെ അവര് കറുത്ത സാധനം കണ്ടപ്പോ താടിയാണ്. ചൂടും കാറ്റ്. നമ്മൾ കഴിക്കാൻ പോവാ. പാരിസ് ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. ബിരിയാണിയായിട്ട് പാരിസ് ഹോട്ടലിൽ കിട്ടുള്ളൂ. ഒരു മറ്റേ നമ്മുടെ ഏഷ്യയിലെ ഫേമസ് ബിരിയാണി കിട്ടുന്ന കടയാണ് പാരിസ് ഹോട്ടൽ. പക്ഷേ ഏഷ്യയിലെ 8ാമത്തെ 9ാമത്തെ സ്ഥാനമാണ്. ഏഷ്യയിലെ സത്യമായിട്ടും അങ്ങനെയാണ് ബിരിയാണി, മട്ടൻ ബിരിയാണി കിട്ടുന്നത്. പക്ഷെ നമ്മൾ മട്ടൻ ബിരിയാണി ഓടിക്കുന്നത് എന്ത് ചെലവ്. ബിരിയാണി അവിടെ നമ്മൾ പാരിസ് ഹോട്ടലിൽ പോയി ബീഫൊക്കെ നല്ല വെന്തിരിക്കുകയാണെന്ന് നമ്മൾ പൈസ വെച്ച് പറഞ്ഞെങ്കിൽ ഓരോ ഫൈബർ ഇങ്ങനെ അതെ, ഫൈബറൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി സാധനം. അതും റീസണബിൾ റേറ്റിൽ 100 രൂപ ഫോർ ഹാഫ്. ഫുള്ളിന് 160. പക്ഷെ ഫുള്ള് നല്ല വെയിറ്റ് സാധനം കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് ഹാഫ് ആയാലും വയറിറങ്ങും. ടേസ്റ്റ് ഉള്ള കാരണം മനസ്സ് നിറഞ്ഞു. ഈ പൈസ വെച്ച് പോവാണ്.